അമ്മയതാരും കാണാതെ കൈവെള്ളയിലേക്ക് വെച്ചു തരുമ്പോൾ അരുണ ഒന്നമ്പരന്നു. അത്ഭുതത്തോടെയും അതിലേറെ അമ്പരപ്പോടെയും കയ്യിലിരുന്ന പിങ്ക് നിറത്തിലുള്ള ആ ചെറിയ പൊതി അവൾ തുറന്നു നോക്കി. ഒരു കുഞ്ഞു സ്വർണത്താലി, നെഞ്ചിൽ ഒരിടിമുഴങ്ങിയതുപോലെ. കണ്ണിലൂടെ പെയ്തിറങ്ങിയത് ഒരു പേമാരി തന്നെയായിരുന്നു. കുലംകുത്തി ഒഴുകിയ ആ പെയ്ത്തിൽ അവൾ നനഞ്ഞൊലിച്ചു നിന്നു. ശബ്ദം നഷ്ടപ്പെട്ടവളെപ്പോലെ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന മകളെ നോക്കി അമ്മ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു, "ഇനി ഈ ഒഴിഞ്ഞ കഴുത്തുമായി എന്റെ മുന്നിൽ മേലാൽ വരരുത് നീ." അമ്മയ്ക്കത് കാണാനുള്ള ശക്തിയില്ല. അപ്പോഴും തുറന്നുവെച്ച പാടെ കൈവെള്ളയിലിരുന്ന് തിളങ്ങുന്ന ആ സ്വർണത്താലി അവൾ ഒരു നിധി പോലെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനസ്സുണ്ടായിട്ടല്ല അന്ന് കഴുത്തിൽ കിടന്ന അവസാനത്തെ സ്വർണത്തിന്റെ പൊട്ടും ഊരിക്കൊടുത്തത്. ഒരു ജോലിക്കും പോകാതെ കള്ളം കുടിച്ചു വന്ന് നിത്യവും വഴക്കുണ്ടാക്കുന്ന ഭർത്താവിൻ്റെയും 2 പൊടിക്കുഞ്ഞുങ്ങളുടെയും ഒപ്പമുള്ള ഒരു വാടക വീട്ടിലെ ജീവിതം അവളെക്കൊണ്ട് ആ കടുങ്കൈ ചെയ്യിപ്പിച്ചതാണ്. അടുക്കളയിലെ മെലിഞ്ഞുപോയ അരിപ്പാത്രവും അലമാരകളിലെ കാലിയായ ടിന്നുകളിൽ നിന്ന് എത്ര കുടഞ്ഞിട്ടും വീഴാത്ത പലവ്യഞ്ജനങ്ങളും ഓരോ ദിവസവും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. കൂടാതെ അടുപ്പിച്ചുള്ള സിസേറിയൻ കാരണം ഒരു ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തീരെയുമില്ലായിരുന്നു. മുലകൂടി മാറാത്ത ഇളയ കുഞ്ഞിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ആരുമില്ലായിരുന്നു. 2 ദിവസം എവിടെയെങ്കിലും കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന കാശ് മുഴുവൻ കള്ളഷാപ്പിൽ കൊണ്ടുകൊടുത്ത് ബോധം മറയുന്നത് വരെ കുടിച്ച് ആടി ആടി ഏതെങ്കിലും ഒരു നേരത്താണ് അയാൾ വീട്ടിൽ വന്ന് കയറുന്നത്. പിന്നെ തുടങ്ങും ആ വീട്ടിൽ അടിയും പിടിയും. കഴിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും തുടക്കം. എന്തെങ്കിലും മിച്ചം ഉണ്ടായിട്ട് വേണ്ടേ കൊടുക്കാൻ. കാലിയായ ചോറുകലം കാണുമ്പോൾ അയാൾക്ക് കലി കയറും. എടുത്ത് നിലത്താഞ്ഞടിക്കും. പിന്നെ അവളുടെ വീട്ടുകാരെ തെറി വിളിക്കാൻ തുടങ്ങും. എന്നിട്ടും അരിശം തീരാതെ അവളുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചുപദ്രവിക്കും. കുഞ്ഞുങ്ങൾ പേടിച്ചരണ്ട കണ്ണുകളോടെ ഏതെങ്കിലും മുറിയുടെ വാതിലിന് പിന്നിൽ മറഞ്ഞു നിൽപ്പുണ്ടാവും. "നിനക്കെങ്ങനെ അടിയും തൊഴിയും കൊണ്ട് ഇവിടെ കഴിയേണ്ട കാര്യം വല്ലതുണ്ടോ? കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടരുതോ?" അടുത്ത വീട്ടിലെ സുമേച്ചി അയാളില്ലാത്ത നേരത്ത് മുറ്റത്തെ പേരച്ചുവട്ടിൽ തുണി കഴുകുന്ന അരുണയോട് ചോദിക്കും. അപ്പോൾ വല്ലാത്തൊരു ദയനീയതയോടെ അവൾ കണ്ണുകളിൽ ആശങ്ക നിറച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കും, "എങ്ങോട്ട് പോകും ചേച്ചി ഞാൻ? എൻ്റെ സ്വന്തം വീട്ടിൽ കയറി ചെന്നാൽ എനിക്കവിടെ എത്ര ദിവസം നിൽക്കാൻ പറ്റും? എൻ്റെ അമ്മ ഒന്നും പറയില്ലായിരിക്കും. എങ്കിലും മറ്റുള്ളവരെ പേടിച്ച അമ്മയും മുറുമുറുക്കാൻ തുടങ്ങില്ലേ. പിന്നെ ഏട്ടൻ്റെ ഭാര്യയ്ക്ക് എന്നെ കാണുന്നതേ അലർജിയാണ്. സ്വന്തമായി ഒരു വീടില്ലാത്ത ഞാൻ അവരുടെ വീട് തട്ടിയെടുക്കുമോ എന്നുള്ള പേടിയാണ് ഏട്ടത്തിക്ക്. അങ്ങനെയുള്ളപ്പോൾ വെറും കൈയോടെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി ചെന്നാൽ എന്നെ ആട്ടിയിറക്കില്ലേ? എനിക്ക് സ്വസ്ഥതയാണ് വേണ്ടത്, സന്തോഷമാണ് ആശിക്കുന്നത്. ഇവിടെ ഇത് രണ്ടും ഇല്ലെങ്കിലും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നോക്കട്ടെ, തീരെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം." ഓരോ ദിവസം ചെല്ലുന്തോറും വീട്ടിലെ ദാരിദ്ര്യം കൂടി വന്നു. വിശക്കുന്ന വയറുമായി എല്ലായിടവും പരതുന്ന കുഞ്ഞുങ്ങളുടെ മുഖങ്ങൾ കണ്ടപ്പോൾ കണ്ണീരൊഴുകിയ കവിളുകൾ തുടച്ചുകൊണ്ട് ഇനിയും ഒരുപാടൊന്നും ആലോചിക്കുന്നതിൽ കഴമ്പില്ല എന്ന തിരിച്ചറിവോടെ തൻ്റെ ശരീരത്തിൽ അവശേഷിച്ച ഇത്തിരി പൊന്നിൽ അവൾ വിങ്ങലോടെ കൈവച്ചു. കഴുത്തിൽ നിന്ന് ആ വലിയ താലി ഊരിയെടുത്ത് വിഷണ്ണനായി നിന്ന ഭർത്താവിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അയാളുടെ ദൈന്യതയാർന്ന നോട്ടം അവൾ അവഗണിച്ചു. ഈയൊരു സാധനം തൻ്റെ കഴുത്തിൽ കെട്ടിയ ആൾക്ക് തൻ്റെ കുടുംബത്തെ പോറ്റാനുള്ള ഉത്തരവാദിത്തം കൂടിയുണ്ട്. കുറേ സന്തതികളെ ജനിപ്പിക്കുന്നത് മാത്രമല്ല അയാളുടെ ചുമതല. ഒരിക്കൽ അയാൾ തീരെ നിവർത്തികെട്ട അവസരത്തിൽ അവളോട് താലി പണയം വെക്കാൻ ചോദിച്ചതാണ്. "ഇല്ല, ഞാൻ തരില്ല. നിങ്ങൾക്ക് കുടിച്ചു കൂത്താടി നടക്കണമെങ്കിൽ വല്ല പണിക്കും പോകണം. ആകെയുള്ള ഇത്തിരി പൊന്ന് കണ്ടിട്ട് പനിക്കണ്ട. ഇത് ഞാൻ തരില്ല. ഇതെങ്കിലും എനിക്ക് സ്വന്തമായി വേണം." കഴുത്തിൽ കിടന്ന താലി മുറുകെ പിടിച്ചവൾ നിന്ന് കരഞ്ഞു. "ഇതെൻ്റെ കാശിന് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന് കണക്ക് പറയാൻ നീ ആരാടി? നിന്നോടൊന്നും ചോദിക്കാതെ തന്നെ അത് പൊട്ടിച്ചുകൊണ്ട് പോകാനുള്ള അധികാരമുണ്ട് എനിക്ക്. കാണണോ നിനക്ക്?" അന്ന് അയാൾ പക്ഷേ താലി പൊട്ടിച്ചുകൊണ്ട് പോകുമെന്ന് ഭയന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അന്നൊരു ചീറ്റപ്പുലിയെപ്പോലെ തൻ്റെ നേരെ വന്നവളാണിന്ന് ഗതി കെട്ട് അതേ താലി തൻ്റെ കയ്യിൽ വെച്ച് തരുന്നതെന്ന് വല്ലായ്മയോടെ ഇപ്പോഴേ അയാൾ ഓർത്തു. നിശ്ചയം കഴിഞ്ഞൊരു നാൾ അവൾ ആരും അറിയാതെ തൻ്റെ ഭാവി വരനെ വിളിച്ചു പറഞ്ഞത് ആകെ ഒരാഗ്രഹം മാത്രമായിരുന്നു. ആ താലിയുടെ പ്രത്യേകത, സ്വർണം കുറച്ച് കൂടുതൽ വേണ്ടിവരും. പക്ഷേ കുഞ്ഞുനാൾ മുതൽക്കേ തൻ്റെ അമ്മയുടെ കഴുത്തിലെ താലി കണ്ട് മോഹിച്ചു പോയിരുന്നു. M എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആകൃതിയിലുള്ള സ്വർണത്താലി, അതിൽ ചന്ദ്രക്കലയും തുളസിത്തറയും. ഭാവി വധു ആദ്യമായി പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ത്രില്ലായിരുന്നു അന്നയാൾ. പക്ഷേ ബന്ധുക്കൾക്കിടയിൽ മുറുമുറുപ്പുണ്ടായി. ഇവനിതെന്തിൻ്റെ കേടാണ്? പെണ്ണു പറയുന്നത് സാധിച്ചു കൊടുക്കുന്ന ഏർപ്പാട് കല്യാണം കഴിഞ്ഞു പോരായോ? ഇതിനൊക്കെ എന്തുമാത്രം സ്വർണം വേണ്ടിവരും? ഇവൻ അതിനും മാത്രം സ്ത്രീധനം വല്ലതും കിട്ടിയോ? അതുമില്ല. ഇരുണ്ട മുഖങ്ങൾ വകവയ്ക്കാതെ അയാൾ പരിചയക്കാരനായ സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ആഗ്രഹം പോലെ പണിയിപ്പിച്ചെടുത്ത താലിയാണ് അന്നവൾ ഭർത്താവിൻ്റെ കയ്യിൽ വിങ്ങലോടെ ഊരിക്കൊടുത്തത്. "നിങ്ങൾക്ക് വേണ്ടി ഞാനിത്
കഴുത്തിലണിഞ്ഞ് നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ ഒരു പൊന്നിലല്ല, അത് കെട്ടിത്തന്ന ആളിൻ്റെ കരുതലിലും സ്നേഹത്തിലും സുരക്ഷിതത്വത്തിലുമാണ് വിലയുണ്ടാകേണ്ടത്. അത് നിങ്ങളായിട്ട് തന്നെ ഇല്ലാതാക്കിയ സ്ഥിതിക്ക് ഇനി ഇതും ഇട്ടുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടത്താൻ എനിക്ക് മനസ്സില്ല. കൊണ്ടുപോയി വിലക്കുകയോ പണയം വയ്ക്കുകയോ ചെയ്യും. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയും നിങ്ങൾ വയറ് നിറയെ കുടിച്ചു തീർക്കും. എപ്പോഴെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ പട്ടിണി കിടന്ന് ചാകാറായെന്ന് ഒന്ന് ഓർത്താക്കൊള്ളാം. അവളുടെ മുഖം കല്ലിച്ചിരുന്നു. മക്കളുടെ വിശപ്പിനേക്കാൾ വലുതായി തോന്നിയില്ല ഒന്നും തന്നെ. സ്വർണ്ണ ഇനിയുണ്ടാകും. അല്ലെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാനാണല്ലോ ഈ സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നത്. പക്ഷേ ജീവിതം എന്നും ഒരുപോലെ ആയിരിക്കില്ല. ഒരു താഴ്ചയ്ക്കൊരു ഉയർച്ച ഉണ്ടാവാതിരിക്കില്ല. വാകീറിയ ദൈവം ഇരയും തരും. സമാധാനിക്കാൻ അന്നൊരുപാട് കാരണങ്ങൾ സ്വയം കണ്ടെത്തി. അമ്മയുടെ കഴുത്തിലെയും കൈയിലെയും മഞ്ഞത്തിളക്കങ്ങൾ കാണുമ്പോഴൊക്കെ സ്വന്തം വിധിയുടെ വിളറിയ മുഖത്തേക്ക് നോക്കി അവൾ ആരും കാണാതെ നെടുവീർപ്പിടും. വല്ലാത്തൊരു ദുർവിധി തന്നെ തൻ്റേത്. പക്ഷെ താലിയില്ലാത്ത കഴുത്തുമായി മകൾ മുന്നിലെത്തുമ്പോഴൊക്കെ അമ്മയുടെ നെഞ്ച് വല്ലാതെ നീറുന്നുണ്ടായിരുന്നു. താൻ താലിയിട്ട് നടക്കവേ ഭർത്താവ് ഉണ്ടായിട്ടും താലിയില്ലാത്ത കഴുത്തുമായി തൻ്റെ മകൾ ജീവിക്കുന്നത് അവരെ ഓരോ നിമിഷവും പൊള്ളിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് സ്വർണം കൊടുത്ത് കെട്ടിച്ചുവിട്ട മകളാണ് ഇന്ന് ഒഴിഞ്ഞ ദേഹവുമായി ജീവിക്കുന്നത്. ഒരമ്മയ്ക്കല്ലാതെ മറ്റാർക്കാണ് വേദന തോന്നുക? എങ്കിലും ഒരു താലിയിൽ എന്തിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ ജീവിതം കാണുമ്പോഴൊക്കെയും. അമ്മയുടെ മുന്നിലെത്തുമ്പോൾ പഴയ ചിണുക്കമുള്ള കുട്ടിയായി മാറുന്ന അവൾക്ക് പക്ഷേ നൊമ്പരങ്ങൾ മറച്ചുവെക്കാൻ ഒരുപാട് അഭിനയിക്കേണ്ടി വന്നു. വിവാഹിതയായ ഏതൊരു സ്ത്രീയുടെയും അടയാളമാണ് താലി എന്ന് കരുതുന്നത്. ഒരു സമൂഹത്തിൽ താലിയില്ലാതെ നടന്ന അവളെ പഴിക്കാൻ ഒരുപാട് പേരുണ്ടായി. പരിഷ്കാരി എന്നൊരു പേരും ബന്ധുക്കളിൽ നിന്ന് അവൾക്ക് പതിച്ചു കിട്ടി. സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ട ആവശ്യം തീരെയില്ല. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, കുലസ്ത്രീകളുടെ കൂട്ടത്തിൽ പെടുത്താതിരുന്നോട്ടെ. അവരവർ അറിയുന്നതാണ് ജീവിതം. അത് പലർക്കും പല രീതിയിലാണെന്ന് മാത്രം. പക്ഷേ പിന്നീടൊക്കെയും കയ്യിൽ കാശ് കിട്ടുമ്പോഴെല്ലാം അയാൾ ഒരു താലി വാങ്ങാൻ അപ്പോഴും മറന്നുപോയി. കുട്ടികൾ വലുതായതോടെ അയാൾക്ക് കള്ളുകുടി കുറച്ചു. പണിക്ക് പോയി തുടങ്ങി. ജീവിതം കുറച്ച് ഭേദമായി. കളിയും ചിരിയും അവർക്കിടയിലേക്ക് തിരിച്ചു വന്നു. പുതിയൊരു താലി വാങ്ങി പൂജിച്ച് നല്ലൊരു മുഹൂർത്തം നോക്കി കെട്ടിത്തരാമെന്ന് ഇടയ്ക്കിടെ അയാൾ പറയുമ്പോൾ അവൾ ഉള്ളിൽ ചിരിക്കും. ഒരോർമ്മ എന്നും തന്നെ പൊള്ളിക്കുന്നതാണ്. ഒരിക്കലും തീരാത്ത ദുരിതങ്ങൾക്കിടയിൽ നിന്ന് ഒരുപക്ഷെ ആ താലിയെങ്കിലും രക്ഷപ്പെട്ടു പോയതായിക്കൂടെന്നില്ലല്ലോ. അല്ലെങ്കിലും ഇനി എന്തിനാണൊരു താലി? അതില്ലെങ്കിലും സ്നേഹവും വിശ്വാസവും തങ്ങൾക്കിടയിൽ ആവോളമുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, അത് മതി. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ഓർക്കും. അതിലും അത്യാവശ്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, വാങ്ങണം എപ്പോഴെങ്കിലും ഒരിക്കൽ. ഇത് നീ അവൻ്റെ കയ്യിൽ കൊടുത്ത് ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ച് അവനെ കൊണ്ട് തന്നെ കഴുത്തിൽ കെട്ടിക്കണം, കേട്ടല്ലോ. ചിതറിത്തെറിച്ച ചിന്തകളിലേക്ക് പാലായനം ചെയ്ത് അവളെ മടക്കിക്കൊണ്ടുവന്നത് അമ്മയുടെ ഉറച്ച ശബ്ദമായിരുന്നു. താലയിട്ടാൽ എല്ലാം ആയി എന്ന് കരുതിയിട്ടില്ല. പക്ഷേ ഒരു സുമംഗലിയുടെ കഴുത്തിൽ നിന്ന് ഇതൊരിക്കലും ഒഴിയരുത്. ഇതൊരു ഐശ്വര്യമാണ്. ദൈവസന്നിധിയിൽ വെച്ച് പുരുഷൻ അവളുടെ കഴുത്തിൽ ചാർത്തിത്തരുന്ന ഇത്തിരി പൊന്നാണെങ്കിലും അത് കെട്ടിത്തരുന്ന ആളിൻ്റെ ആയുസിൻ്റെ വിലയുണ്ട് അതിന്. ഇനി അതൊരിക്കലും അഴിച്ചെടുക്കരുത്, കേട്ടല്ലോ. അവൾ അനുസരണയോടെ തലയാട്ടി. സന്തോഷം കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും തനിക്ക് താലിയിടാൻ ഭാഗ്യമുണ്ടാകുമെന്ന് കരുതിയില്ല. അമ്മയുടെ ആ സമ്മാനം അവളുടെ ആയുഷ്കാലം മുഴുവനുള്ള സ്നേഹം മാത്രമേ പകരാൻ നൽകൂ. സ്നേഹം മാത്രം. അവൾ കയ്യിലിരുന്ന ആ ചെറിയ പൊതി വീണ്ടും വീണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.